പഠിപ്പിക്കുന്നത് പോഷകങ്ങളാണ് പറയാൻ പോകുന്നത്. ഹലോ, യെസ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് സമയം അത്രേ ഉള്ളൂ, ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പക്ഷെ എന്നാലും കേട്ടുകൊണ്ടിരിക്കുക. കാരണം ആരോഗ്യമുണ്ടെങ്കിലേ എന്തുള്ളൂ. അതാണ് ഇവിടെ ആദ്യം തന്നെ കേട്ടിരിക്കുന്നത്. സബ്സെ പഹലെ സെഹത്ത്. എന്തുണ്ടെങ്കിലും കാര്യമില്ല, ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. ഈ പറഞ്ഞതിനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഒന്ന് കേൾക്കൂ. ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ എല്ലാവർക്കും അറിയാം ആരോഗ്യമാണ് ആദ്യം വേണ്ടത്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സി. 14 വർഷം മുന്നേ ന്യൂട്രിചാർജ് എന്ന ബ്രാൻഡ് ആർസിഎമ്മിനോട് ചേർന്നിട്ട് മാർക്കറ്റിലോട്ടേക്ക് വന്നു. ഹലോ, ഈ 14 വർഷം ആദ്യം 2011 ന്യൂട്രിചാർജ് മാൻ എന്ന ഒരു പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് വന്നു. അതിനുശേഷം ഈ 14 വർഷത്തിൽ 23 പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ ന്യൂട്രിചാർജിന് 23 പ്രോഡക്റ്റുകൾ. ഹലോ, യെസ്. ഈ 23 പ്രോഡക്റ്റുകളും 14 വർഷവും ഞാനും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ളത് ദൈവനിയോഗം. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഞാൻ തന്നെ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് 2011 മുതൽ ഇന്ന് വരെ ന്യൂട്രിചാർജിന്റെ കൂടെ സന്തത സഹചാരിയായി ഞാൻ. ഈ യാത്രയിൽ തുടങ്ങിയത് 1 നിന്നായിരിക്കാം, 2 നിന്നായിരിക്കാം. പക്ഷെ പിന്നെ യാത്ര വലുതായി ഇത്രയും വലിയ കൂട്ടം നമ്മളുടെ കൂടെ പറകുവശം നോക്കുമ്പോൾ കിട്ടും. ഹലോ, ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ നമ്മളുടെ കൂടെ വന്നു. ഇതിൽ കഴിച്ചപ്പോൾ പല ആൾക്കാർക്കുള്ള അസുഖങ്ങളൊക്കെ മാറി. പക്ഷെ ഇത് അങ്ങനെ പറയുമ്പോൾ അസുഖം മാറ്റാനുള്ളതല്ല. ഇത് മരുന്നല്ല, ഇത് പോഷകങ്ങളാണ്. പോഷകങ്ങളുടെ കുറവ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് അസുഖം. ആ അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ അത് കൂടുതൽ അസുഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളത് വേറെ സത്യം. അപ്പൊ അതിൽ നിന്ന് മാറാനാണ് പോഷകങ്ങൾ കഴിച്ച് ആരോഗ്യത്തിലേക്ക് വരിക എന്നുള്ളത്. ഹലോ, നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നതെന്ന് പലവട്ടം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ആൾക്കാർ അന്നേരം ചിന്തിക്കുക, എന്തിനാ ഈശ്വരൻ ഞാൻ ഭക്ഷണം കഴിച്ചത്, എന്തിനാ കഴിക്കുന്നതെന്ന്. ഓക്കെ, കുറച്ചു നേരത്തേക്ക് ആരും വലത്തോട്ട് നോക്കരുത് കേട്ടോ. എന്നെ തന്നെ നോക്കി നിൽക്കണം. വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഇരുന്നെടുക്കുന്നത് തന്നെ എണീറ്റങ്ങ് പോകും. കാരണം അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം വിളമ്പിക്കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് കാര്യം. ഓക്കെ, ശരി. പിന്നെ ഈ പറയുന്ന സാധനം ഞാനും കഴിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇവരൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്കിങ്ങനെ കഴിക്കാതെ ഇങ്ങനെ നോക്കാം, കഴിക്കാതെ ജീവിക്കാൻ പറ്റും നോക്കണം. ഇത്രയും കാലം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് ഒരു കാര്യം പറയാം, ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആരും മരിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടേ ആരും മരിച്ചിട്ടുള്ളൂ. ഹലോ, എനിക്കധികം സമയം ഇവിടെ ഇല്ല. 19-ാം തീയതി ഞാൻ തിരിച്ച് വീണ്ടും അടൂരിലേക്ക് വരും. അന്ന് ഞാൻ പറഞ്ഞുതരാം ഭക്ഷണം കഴിച്ചാൽ മരിക്കാതിരിക്കുന്നതും ഭക്ഷണം കഴിച്ചിട്ടാണോ മരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രിചാർജ്. എത്ര ആൾ ന്യൂട്രിചാർജ് കഴിക്കാറുണ്ടെന്ന് നോക്കുമോ? ഓ വാവ്, ഗോപാൽജി ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. എമ്മാരി കഴിയാ, പുതിയ ആൾക്കാർ പഴയ ആൾക്കാർ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഗംഭീരം. അപ്പൊ ഈ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ വയറ്റിനകത്തുള്ളതും, രാവിലെ കഴിച്ച് നിങ്ങളുടെ വയറ്റിനകത്തുണ്ടാവും. പിന്നെ നിങ്ങളുടെ PUC-യിലുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങളുടെ ഡിസ്പ്ലേ വാർഡിലുള്ളത്, നിങ്ങളുടെ വണ്ടർവേൾഡിലുള്ളത്. ഈ പ്രൊഡക്റ്റിന്റെ മഹിമ ഒന്ന് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ 2011 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. 2 വർഷമായപ്പോഴേക്കും ഞങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. അവാർഡിന്റെ കാര്യങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ ശരിക്കും അങ്ങനെ ഒരുമാതിരി എന്താണ് പറയാ, മലയാളത്തിൽ എന്താ പറയാ, രോമാഞ്ചം. ഹലോ, നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്നാ തോന്നിപ്പിക്കുക കേട്ടോ. അപ്പൊ 2011 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ലണ്ടനിൽ നിന്ന് 2013-14 ദി മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് ലോകത്തെയാണ് കേട്ടോ. വേൾഡ്സ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡിന്റെ അവാർഡ് കിട്ടി ന്യൂട്രിചാർജിന്. കൈയടിക്കാൻ തോന്നിയാൽ നല്ല കാര്യം. കാരണം നിങ്ങൾ കൈയടിച്ചാൽ നിങ്ങൾക്കാണ് നല്ലത്, നിങ്ങൾ കിട്ടത്തില്ല. കൈയൊന്നടിച്ച് നല്ലോണം കൈയടിച്ചു. ഇനി കയ്യൊന്ന് നോക്കി, ചുമന്നിട്ടുണ്ടോ നോക്കിയേ. ചുമന്നിട്ടുണ്ടല്ലോ. എന്റെ കൈ നോക്കി, ചുമന്നിട്ടുണ്ടോ? അപ്പൊ അടിച്ചാൽ നിങ്ങൾക്കാ ഗുണം, എനിക്കല്ല. പിന്നെ രണ്ടാമത്തത്, അടിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാല് രാവിലെ തൊട്ട് നിങ്ങൾ ഇരിക്കുക. അപ്പൊ അടുത്തിരിക്കുന്ന ചില ആൾക്കാരൊക്കെ മയക്കത്തിലായിരിക്കും. അടിയിട്ടത് എന്ത് സംഭവിച്ചു. അപ്പൊ അതൊന്ന്. മൂന്നാമത്തത്, എന്നാ നിങ്ങൾ എന്തായാലും കൈ അടിക്കും. കൈ എത്ര അടിക്കുന്നോ അത്രയും സൗന്ദര്യം വർദ്ധിക്കും. പറഞ്ഞില്ല, അപ്പോഴേക്കും കൈ അടിക്കണം. കാരണം ഏതൊരു വ്യക്തി കൈ അടിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കൈ അടിക്കാറുള്ളൂ. കരഞ്ഞുകൊണ്ടാരും കൈ അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈ അടിക്കുന്നത് എല്ലാവരും നല്ലോണം ചിരിച്ചോണ്ടേ കൈ അടിക്കുള്ളൂ. മുഖത്ത് പ്രസാദം ഉണ്ട്, അല്ലാതെ ഇല്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ അവർ ഈ 2013 കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾക്ക്
GCC ആൻഡ് ഏഷ്യ സ്പെസിഫിക് നിന്ന് കിട്ടിയത് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ്. ഓക്കെ, അങ്ങനെ 2 അവാർഡ് കഴിഞ്ഞു. അപ്പോഴേക്കും അവാർഡിന്റെ കിങ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ന്യൂട്രിചാർജിന്റെ പേര്. ഹലോ, 3 കിണ്ഡം നൽകാൻ പറയും നമ്മുടെ നാട്ടിലൊക്കെ. അവാർഡുകൾ നേടിയിട്ട് ഞങ്ങളിങ്ങനെ അഹംഭാവത്തോടെ ഇങ്ങനെ വരുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കും, സാറേ, ഞാൻ ചോദിച്ചു എന്താ, എല്ലാം ഇന്റർനാഷണൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിനാണ് വന്നിട്ടില്ല. അഥവാ ഇത് വിദേശത്ത് നല്ല ഇന്ത്യയിൽ കിട്ടിയെന്ന് ചോദിച്ചു, ഓ എല്ലാം ഇന്ത്യൻ ആയില്ല, വിദേശത്ത് കിട്ടിയില്ലേ. 3 ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ആൾക്കാർ ചോദിച്ചതിനോട്, ഇന്റർനാഷണലേ ഉണ്ടോ, നാഷണൽ ഇല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാരിന് തോന്നി പാവം. അങ്ങനെ 2016 കേന്ദ്ര ഗവൺമെന്റ് വന്നു ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ്. അങ്ങനെ തകരം 4 അടിപൊളി അവാർഡുകൾ മേടിച്ച പ്രോഡക്റ്റ് ആണ് നിങ്ങൾ രാവിലെ കഴിക്കുന്നത്. ഹലോ, ഇല്ലെങ്കിൽ രാത്രി കഴിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ച കഴിക്കുന്നത്. ഇനി ഇത് കഴിക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ, നിങ്ങളോട് പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലേ, ഇത് കഴിച്ചാൽ കിഡ്നി പോകുമോ, ഇത് കഴിച്ചാൽ ഹൃദയം പോകുമോ? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോട്ടടോ. ഇത്രയും അവാർഡ് മേടിച്ചത് നിങ്ങളെ കിഡ്നി കൊണ്ടുപോകാനല്ല, ഇത്രയും അവാർഡുകൾ മേടിച്ചത് നിങ്ങളെ ഹൃദയം കൊണ്ടുപോകാനല്ല. ഹലോ, ഇത് കഴിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നുള്ളതും ഇത് അത്രയും നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തെളിയിച്ചത് കൊണ്ടുമാണ് ഇന്റർനാഷണൽ അവാർഡുകളും എല്ലാം കൂടി കിട്ടിയിരിക്കുന്നത്. യെസറോ? അപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയാണ് ഇത് കഴിച്ചാൽ ഇങ്ങനെ പറ്റുമെങ്കിൽ പറഞ്ഞേക്കണം, പോകട്ടെ സാം, ആ കിഡ്നിക്ക് പോകാനുള്ള യോഗമാണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നാട്ടിൽ പോയ കിഡ്നികളൊന്നും ന്യൂട്രിചാർജ് കഴിച്ചിട്ടില്ല. ഈ നാട്ടിലല്ല ഹൃദയ ശസ്ത്രക്രിയ നടത്തിയവരൊന്നും ന്യൂട്രിചാർജ് കഴിച്ചിട്ടില്ല. ആണോ ചേട്ടാ? അല്ല. പിന്നെ ഇവൻ എന്തുവാ പറയുന്നത്? വിവരദോഷി. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇതൊക്കെ ചില കേട്ട് കാണും. 15 crore women anemia free. ഇത് നമ്മള് ഉദ്ദേശിച്ചത് ഇങ്ങനെയുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പീരീഡ്സ് ഉള്ളതുകൊണ്ട് അവരെ ശരീരത്തിൽ നിന്ന് രക്തം മാസത്തിൽ പോകും. യെസ് ഓർ നോ? അങ്ങനെ പോകുമ്പോൾ ആ രക്തത്തിൽ കൂടെ അയൺ ഡിപ്ലീറ്റ് ആവും. പ്രോട്ടീൻ പിന്നെ കഴിക്കാറില്ലല്ലോ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ, ഹെം എന്ന് പറഞ്ഞാൽ അയൺ, ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. അപ്പൊ അയൺ ആൻഡ് പ്രോട്ടീൻ ശരിയായ അളവിലുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഹലോ, ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. അപ്പൊ ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാം? എന്താ സംഭവിക്കുക? നല്ല വെളുത്ത ആളായിരിക്കും. നമ്മൾ പറയും എന്നാ വെളുപ്പാ കാണാൻ, വെളുപ്പായിരിക്കില്ല എന്ന് മാത്രം, എന്നാലും വിളർച്ച ഒരുമാതിരി ഇങ്ങനെ വരവരാനില്ല, പൂത്തത് പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരുന്നടിക്കാൻ ഉറങ്ങും, ഉറങ്ങും നേരത്ത് ഉറക്കം ഉണ്ടാവില്ല. ഉറങ്ങുന്ന കണ്ടിൽ നമ്മൾ ബെഡ് കൊടുത്താൽ ബെഡിൽ ഉറങ്ങില്ല കേട്ടോ, ഇവിടെ ഉറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ ഒന്നിനും ഒരു എനർജി ഉണ്ടാവില്ല, സ്റ്റാമിന ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ട് പരീക്ഷ എഴുതുമ്പോൾ, ചില പെൺകുട്ടികളുണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 3 മണിക്കൂർ പരീക്ഷ ആണെങ്കിൽ കൈയൊക്കെ വേദനിച്ചിട്ട് വേനോടെ വെച്ചിട്ട് കൈ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. ചില ആൾക്കാരുണ്ട് കുറച്ചു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കാൻ വേദനിച്ചിട്ട് വേണ്ട വെച്ചിട്ട് പിന്നെ കുറച്ചടിക്കും ചവക്കാൻ വയ്യ, പിന്നെ ദ്വാരകങ്ങളൊക്കെ കഴിക്കുക. ഇങ്ങനത്തെ പല കഷ്ടങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് സ്ത്രീകൾക്കായിരിക്കും ഹീമോഗ്ലോബിൻ കുറവെന്ന്. ഹലോ, സ്ത്രീകൾക്ക് അതുകൊട്ടെ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് അറിയാം? ഒന്ന് കൈവക്കൂ. അല്പം മെച്ചമാണ്, ഇന്നലെ കണ്ട സ്ഥലങ്ങളെക്കാളും മെച്ചമാണ്. കാരണം ചില ആൾക്കാർ 2 കൈ പൊക്കിയിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം ഇല്ലാകില്ല. ഇല്ലെങ്കിൽ ഇത്രയും കൈ അങ്ങനെ കൂടി എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, 2 കൈ പൊക്കാനുള്ള ഒരു ഊർജവും ആ വ്യക്തികൾക്കുണ്ടല്ലോ എന്നുള്ളത്. അപ്പോ നല്ല കൈയടി അടൂർ നിവാസികൾക്ക് വേണ്ടി നമുക്ക് അടിക്കും. പക്ഷെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ആ അറിവ് കണ്ടെത്താൻ കേട്ടോ. കാരണം ഇതിന്റെ പ്രത്യാഘാതം അതിഭയാനകമാണ്. ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു സ്ത്രീ അമ്മയാവാൻ പോയാൽ പ്രത്യാഘാതം വളരെ ഡേഞ്ചറസ് ആയിരിക്കും. ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു പുരുഷൻ അച്ഛനാവാൻ പോയാൽ പോവാതിരിക്കുന്നേ നല്ലത്, നടക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് ബാക്കി ഞാൻ വരുമല്ലോ നിങ്ങളുടെ നാട്ടില് 19 തിരിച്ചു വരും. അന്നേരം ഞാൻ പറയാം. പിന്നെ ഹരിപ്പാടിലും വരുന്നുണ്ട്, ഈ ഏരിയയിൽ എവിടെയൊക്കെ വന്നിരിക്കുന്ന അവിടെയൊക്കെ ഞാൻ വരുന്നുണ്ട് ഈ മാസം. അപ്പൊ നമുക്ക് അന്നേരം സംസാരിക്കാം. ഇവിടെ സമയം ഇരിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായി. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഘാതം ഇസ് വെരി വെരി ഹൈ. ചില ആൾക്കാരുണ്ടോ പറയാറുണ്ട്, എന്താ പറയാനറിയാം ഗോപാൽജി? എന്താണെന്നറിയില്ല സാറേ, രാത്രി ഉറക്കമില്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്നാ ചെയ്യുന്നത്? സാറേ മൊബൈൽ നോക്കൂ. എന്നാ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കാം. ഹലോ, അങ്ങനെ എത്രയോ ആൾക്കാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്.
രാത്രി ഉറക്കം വരാതെ മൊബൈൽ നോക്കുന്ന ആൾക്കാർ. ഹലോ, അവരെല്ലാം എന്നെ നോക്കിയിട്ട് പറയുന്നതാണ്, ഈ ചങ്ങായി ഇന്ന് ഇവിടെ വന്നതേ ഉള്ളൂ, എന്റെ വീട്ടിലെ കാര്യം എങ്ങനെ മനസ്സിലാക്കി, എന്റെ വീട്ടിലത്തെ കാര്യം എങ്ങനെ മനസ്സിലായി, ഞാൻ രാത്രി മൊബൈൽ നോക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, എന്റെ സാറ് ഇന്നലെ 3 മണി വരെ ഓൺലൈനിലായിരുന്നില്ലേ എന്ന്. അപ്പൊ പറഞ്ഞു, തനിക്കെങ്ങനെ മനസ്സിലായി? ഞാനും ഓൺലൈൻ തന്നെയായിരുന്നു. ചില ആൾക്കാരെന്നോട് പറയാറുണ്ട്, ഉറക്കം വരാറില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറയാറുണ്ട്, വിചാരിക്കേണ്ടത് ഞങ്ങളുടെ മീറ്റിംഗ് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട് ഈ ഒരു സ്ഥലത്ത്, അവിടെ വന്നാൽ മതി കുറേക്കൊള്ളാം. കാരണം കുറെ ആൾക്കാർ അവിടെ വന്നിട്ട് ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് നിൽക്കാത്തത്. കയറില്ലാത്ത വിഷയം പിടിച്ച് നടക്കുന്നതുകൊണ്ട്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും എണീക്കുമല്ലോ. ഇല്ലെങ്കിൽ ബാങ്കിലെ ആൾക്കാരൊക്കെ ഏതോ ലോകത്തായിരിക്കും. ഏതോ സിനിമാ തിയേറ്ററിലൊക്കെ 5000 500 രൂപ 10,000 രൂപയ്ക്ക് കൊടുത്തിട്ട് 10 പേര് സിനിമ കാണാൻ പോകും. എന്നിട്ട് പൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് പോലും. സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ പോലെ സിനിമയോ ഏത് സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. റൈറ്റ്? ഹലോ, യെസ്, ഓക്കെ. അപ്പോ എനീമിയ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല എന്നുള്ളത് ബോധ്യമായി. കാരണം ഞങ്ങള് കഴിഞ്ഞ ദിവസം എല്ലാ സ്ഥലത്തും, ഇവിടെ നമുക്ക് നടത്താൻ പറ്റിയില്ല. ആക്ച്വലി ULP പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ നടത്താറുണ്ട്, പക്ഷെ നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷെ ULP പ്രോഗ്രാമുകളിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ പരിശോധിക്കുമ്പോൾ കണ്ടത് പുരുഷന്മാർക്ക് മിനിമം വേണ്ടത് 14, സ്ത്രീകൾക്ക് മിനിമം വേണ്ടത് 12. ഹലോ, സ്ത്രീകൾക്ക് 12, 10 കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ വേവലാതിയും ടെൻഷനോ, ഈശ്വര 10. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ പോയെടുക്കുക 14 വേണ്ട പുരുഷൻ എന്റെ അടുക്ക് വന്നിട്ട്, സാർ എന്റെ തെറ്റാ, ഞാൻ തല്ലിയെടുത്തു. 12, 10 ആവുമ്പോൾ നെഞ്ചിൽ വേദന എടുക്കുന്ന നമുക്ക് ഒരു പുരുഷൻ 14, 10, 8 എന്ന് പറഞ്ഞാൽ സംശയമാവില്ലേ ഇദ്ദേഹത്തിന് പീരീഡ്സ് എന്ന തുടങ്ങി. എല്ലാതെ ഹീമോഗ്ലോബിൻ കുറയാനുള്ള വകുപ്പ് ഞാൻ കാണുന്നില്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ, നമ്മൾ വിചാരിച്ചിട്ടുമല്ല, നമ്മളെ പറകെ ഓടിപ്പിടിച്ചിട്ട് കുറെ ഇഞ്ചക്ഷൻ കുത്തിയിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ കാലത്ത്. യെസ്, ആ കാലത്ത് ഞങ്ങൾ കുറെ മനസ്സിലാക്കി ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവുന്നു. പിന്നെ അവസാനം ആ കമ്പനി ഒരു ദിവസം പറഞ്ഞു, ഇത് കുത്തിയാൽ ഇങ്ങനെ സംഭവിക്കും, പ്ലേറ്റ്ലെറ്റ്സ് കുറയും, രക്തം കട്ടപ്പിടിക്കും, ഇമ്മ്യൂണിറ്റി കുറയും. അതുകൊണ്ട് ഞങ്ങൾ ഇത് പിൻവലിക്കുക. ഉണ്ടാക്കിയ കമ്പനി പിൻവലിച്ചു. പത്രത്തിലുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ കുത്തിയത് ആര് പിൻവലിക്കും? പിന്നില്ല, വലിക്കലുമില്ല, ഒന്നുമില്ല, പിന്നുമില്ല, വലിക്കലുമില്ല. ഇനി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ജോലി ഏറ്റുമല്ല പിന്നു കൂട്ടാൻ നോക്കിക്കോളി, ഇല്ലെങ്കിൽ ഒരു കക്ഷി ഉണ്ടാവില്ല, പിൻവലിയില്ല. ഹലോ, അപ്പൊ ഇങ്ങനത്തെ ഒരു കക്ഷി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് സ്ഥലങ്ങളില് ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യത ഇതാവാനില്ലേ എന്നൊരു സംശയം ഇല്ലായില്ല. ഇറ്റ് കുഡ് ബി, റൈറ്റ് ഓർ റോങ്? കാരണം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ അകത്തുള്ള RBC WBC പോലത്തെ വേറെ സാധനമാണ്. അപ്പൊ അതിൽ നിന്ന് ഇത് പറയുന്നുണ്ടെങ്കിൽ മറ്റതിനെയും അത് ബാധിക്കുന്നില്ലേ എന്നൊരു സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, എത്രയും പെട്ടെന്ന് പുരുഷനായാലും ശരി, സ്ത്രീയായാലും ശരി, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയായാലും ശരി, പോകുക, ഹീമോഗ്ലോബിൻ പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കണം കേട്ടോ.